ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. സ്വത്ത് ഉറങ്ങാണ്. സ്വത്തിനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. സ്വത്ത് ഇന്നലെ ഉറങ്ങിയില്ല, അത് കാരണം ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. സ്വത്ത് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ ഒരു സൗകര്യം, കാരണം അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒച്ചയിട്ടിട്ടും അങ്ങനെ എനിക്ക് ഓൺ വോയിസ് ബോഡി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് സ്വത്തിനെ ഉറക്കി കിടത്തിയിട്ട് ചെയ്യാം എന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാരേജ്, അതായത് ഞാൻ എറണാകുളത്തായിരുന്നു, പാലക്കാട്. അപ്പോൾ ഈ എറണാകുളത്തെ പെണ്ണിനെ എങ്ങനെ പാലക്കാടൻ ചെക്കനെ കിട്ടിയെന്ന് നമുക്കൊന്നറിഞ്ഞാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതായത് 2019 ഒരു ഡിസംബറിലാട്ടോ ഫസ്റ്റ് ഞാൻ എന്നോട് സംസാരിക്കുന്നത്. ഞങ്ങളുടെ മാരേജ് അറേഞ്ച്ഡ് മാരേജ് ആണോ ചോദിച്ചാൽ പക്ക അറേഞ്ച് മാരേജാണ്. എന്നാൽ ലവ് മാരേജ് ആണോ ചോദിച്ചാൽ അതെ, ലവ് മാരേജുമാണ്. ഞങ്ങൾ വീട്ടുകാരും ആരും അറിയാതെ 2.5 വർഷം പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത് കേസ്. ഇപ്പം ചിലപ്പോൾ എൻ്റെ വീട്ടുകാരും ഏട്ടൻ്റെ വീട്ടുകാരൊക്കെ ഞെട്ടുന്നുണ്ടാവും, ഞെട്ടിക്കോളൂ. ഞങ്ങൾ 2.5 വർഷം സൂപ്പറായിട്ട് പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. 2019 ഡിസംബർ ഒരു 26-27 ആ ഒരു ഡേറ്റിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ആദ്യമായിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാമൻ സമ്മതിക്കാതെ ഒരു കല്യാണവും നടക്കില്ല എന്ന്. അങ്ങനെ ഏട്ടൻ്റെ അച്ഛൻ്റെ പ്രപ്പോസൽ എനിക്ക് വന്നത് 2019. പക്ഷെ അച്ഛൻ എന്നെ 2-3 വർഷം മുന്നേ ഞാൻ ഒരു +2 പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു ഫംഗ്ഷന് വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, പക്ഷെ അച്ഛനും അറിയാം. എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഒരുമിച്ച് റെയിൽവേയിൽ വർക്ക് ചെയ്തവരാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ എന്നെ ഇഷ്ടമൊക്കെ ആയി, ഒരു താല്പര്യം തോന്നി. പക്ഷെ അന്ന് അച്ഛനത് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അച്ഛനത് മനസ്സിലിങ്ങനെ കാത്തു സൂക്ഷിച്ചു ആഗ്രഹം. എന്നിട്ട് 2019 ആയപ്പോൾ എനിക്കൊരു 19 വയസ്സായി. ഈ പറഞ്ഞ പോലെ മാരേജൊക്കെ നോക്കുന്ന ടൈമായി. 19 വയസ്സിൽ മാരേജ് നോക്കാൻ കാരണം 21 വയസ്സിനുള്ളിൽ കല്യാണം നടക്കണമെന്ന് എൻ്റെ ജാതകത്തിലുള്ളത് കാരണമാണ്. അല്ലെങ്കിൽ ഒരു 10-22 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് മാരേജ് നോക്കണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മാമനാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ്. എനിക്ക് എന്ത് വന്നാലും ടെൻഷനാണ്, കാരണം അച്ഛനില്ലാതെ എന്നെ വളർത്തിയതാണല്ലോ. മാമന് ഭയങ്കര ഒരു പ്രൗഡും കൂടി ആയിരുന്നു കേട്ടോ ഞാൻ. അച്ഛനില്ലാതെ ഇങ്ങനെ മാമൻ നോക്കി നല്ല രീതിയിൽ കല്യാണം കഴിച്ച് കൊടുക്കണു, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം മാമന് ഭയങ്കര കാര്യമായിരുന്നു. മാമൻ എന്നല്ല, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര എപ്പോഴും പറയായിരുന്നു എന്നെക്കുറിച്ച്. ഇങ്ങനെ പുകഴ്ത്തി പറയില്ല, എന്നാലും അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണ്. പക്ഷെ അതിൻ്റേതായ വേറെ ചീത്ത സ്വഭാവക്കെട്ട് കൂട്ടുകെട്ട് അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇതാ കല്യാണം കഴിക്കാൻ പോകണു, ഇനിയിപ്പോൾ അമ്മേനെ നോക്കണം, അങ്ങനെയൊക്കെ പറയും. അല്ലാതെ വേറെ നെഗറ്റീവ് സൈഡൊന്നും പറയാൻ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇനി ഞാൻ കേൾക്കാതെ പറയണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പ്രപ്പോസൽ വന്നു. ഞാൻ ഏട്ടനെ, എൻ്റെ മനസ്സിലുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഭയങ്കര പാവമായിരിക്കണം. അതായത് നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, അത്യാവശ്യം ഫ്രീഡം തരണം, പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളും കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി. അല്ലാതെ വലിയ കാശ് ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ ലുക്കിലോ അല്ലെങ്കിൽ നല്ല ജോലി അങ്ങനെയൊന്നും എനിക്കുണ്ടായില്ല. ഞാനായിട്ട് കംഫർട്ടബിൾ ആയിരിക്കണം, നല്ല ജോലി ആയിരിക്കണം. ഞാൻ ഈ ടൂറ് പോയിട്ടില്ല, സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്ന് എവിടേക്കും ടൂറൊന്നും പോയിട്ടില്ല കേട്ടോ. ആകെ പോയത് TTC പഠിക്കുമ്പോൾ മാത്രമാണ്. അതും കോളേജിൽ നിന്ന് സാറും സിസ്റ്ററൊക്കെ നിർബന്ധിച്ച കാരണം എന്നെ വിട്ടതാട്ടോ, അല്ലെങ്കിൽ വിടുമൊന്നുമില്ല. മാമന് പേടിയാണ്, അങ്ങനെ ഒറ്റയ്ക്ക് വിടാനൊക്കെ പേടിയാണ്. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞ സ്ഥിതിക്ക് മാമൻ അന്ന് വിട്ടെന്നുള്ളൂ കേട്ടോ, അല്ലാതെ ഞാൻ എവിടെയും ടൂർ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഇങ്ങനെ ടൂർ പോകുമ്പോൾ എല്ലാവരും പറയും കുറച്ചും കൂടി വലുതായിട്ട് പോവാം, ഇപ്പം നിനക്ക് അറിയില്ലല്ലോ, ടീച്ചർമാർക്ക് എല്ലാവരെയും ശ്രദ്ധിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഓരോ എക്സ്ക്യൂസൊക്കെ കേട്ടു. അങ്ങനെ വലുതായപ്പോൾ പറയുന്നത് ഇനി കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് പോവാം, ചെക്കൻ്റെ കൂടെ നിനക്ക് എവിടെ വേണമെങ്കിലും പോവാമല്ലോ എന്നൊക്കെ ഒരു പറച്ചിലായിരുന്നു. അപ്പം നമ്മുടെ മൈൻഡിൽ കല്യാണം എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങാം, ഒത്തിരി കറങ്ങാനൊക്കെ പോവാം, ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം, അങ്ങനെയൊക്കെ. മറ്റേത് എനിക്ക് ഡ്രസ്സ് എടുക്കാനും എന്തും എനിക്കിഷ്ടമുള്ളതൊക്കെ തന്നെ മാമ എടുത്തരും. പക്ഷെ മാമനാണ് എടുത്തു തരിക, എന്നെ കൊണ്ടുപോയി എടുക്കുകയൊന്നുമില്ല. മാമൻ തുണിക്കടയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാമൻ ഇഷ്ടപ്പെട്ട 2-3 ജോഡി ഡ്രസ്സ് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തരും. എൻ്റെ മാമ അങ്ങനെ കടയിലേക്ക് പോകണമെന്നൊന്നും മാമന് ഇഷ്ടമല്ല, എവിടേക്കും പോകുന്നത് മാമന് ഇഷ്ടമല്ല.
അങ്ങനെ കൂട്ടിലിട്ട് വളർത്തിയതാണ്. അപ്പം നമുക്ക് കല്യാണം എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഗുണങ്ങളുണ്ടല്ലോ, പുറത്തേക്കൊക്കെ ഇറങ്ങാൻ, നമ്മുടെ ഇഷ്ടത്തിന് പോവാം, ഫുഡൊക്കെ കഴിക്കാൻ പുറത്ത് പോയിട്ട്. ഞാൻ കല്യാണത്തിന് മുന്നേ അങ്ങനെ ഹോട്ടൽ ഫുഡേ കഴിച്ചിട്ടില്ല. മന്തി, അൽഫാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഏട്ടൻ വാങ്ങി തന്നേ പിന്നെ ഏട്ടൻ കഴിക്കുന്നത്. ആകെ കഴിക്കുന്നത് ബിരിയാണി മാത്രം, അല്ലാതെ വേറെ ഒന്നും വാങ്ങി തരില്ല, വാങ്ങി തന്നിട്ടില്ല, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തയാണ് മനസ്സിലാദ്യം വന്നത്. എന്നിട്ട് ജാതകം നമുക്ക് നോക്കണം. ജാതകമൊക്കെ നോക്കിയപ്പം 10 7 8 പൊരുത്തുണ്ട്. ഏട്ടൻ്റെ വീട്ടുകാർക്കും ഓക്കെ, എൻ്റെ വീട്ടുകാർക്കും ഓക്കെ. എന്നിട്ട് ഞങ്ങൾ ആദ്യം, ഏട്ടൻ അന്നും ദുബായിലല്ല സൗദിയിലായിരുന്നു. കാണാനൊന്നും ഒരു വഴിയില്ല, ആകെ ഒരു ഫോട്ടോ കാണിച്ചു തന്നു. ഒരു ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും ദേഷ്യമുള്ള മനുഷ്യനോ? ഏട്ടൻ്റെ മുഖം ഭയങ്കര ദേഷ്യം, ഇച്ചിരി ഗൗരവമുള്ള മുഖമായിരുന്നു കേട്ടോ. ഗൗരവമുള്ള മുഖം തന്നെയാണ് ഇപ്പോഴും, പക്ഷെ ഇപ്പം എൻ്റെ അപ്പം കൂടി കുറച്ച് ക്യൂട്ടായിട്ടുണ്ട്. മറ്റേത് ഭയങ്കര ദേഷ്യം, നല്ലൊരു മോന്തായിരുന്നു. കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ മാമനോട്, അയ്യോ എനിക്കൊന്നും വേണ്ട ഈ ചെറുക്കനെ, കാരണം ഇതെന്ത് ദേഷ്യം, മുഖത്ത് തന്നെ ഇങ്ങനെ ദേഷ്യം കാണുന്നു. അപ്പം ഇനി കെട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നാലോചിച്ച് ഞാൻ പറഞ്ഞു, വേണ്ട, ഇതൊന്നും വേണ്ട പറഞ്ഞു. മാമ പറഞ്ഞ്, മുഖം നോക്കിയിട്ടാണ് ഒരാളെ നീ വിലയിരുത്തണേ, ചിലപ്പോൾ സ്വഭാവം നല്ലതാണെങ്കിലോ ചോദിച്ചു. എന്നിട്ട് ഞാൻ പിന്നെ മനസ്സോടെ ഓക്കെ പറഞ്ഞു. ഈ സമയത്ത് ഏട്ടന് എൻ്റെ ഫോട്ടോ കൊടുത്തത് ഫിൽറ്ററിൽ പൊതിഞ്ഞൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ. ഏട്ടന് അത് ഇഷ്ടമായില്ല. ഏട്ടന് അധികം മേക്കപ്പ് ഇടുന്നത്, ഈ ഫോണിൽ ഫിൽറ്റർ യൂസ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നത്, അതൊന്നും ഏട്ടന് ഇഷ്ടമല്ല. ഏട്ടന് ഫുൾ നോർമൽ, നമ്മളെങ്ങനെയാണോ അതാണ് ഏട്ടന് ഇഷ്ടം. അല്ലാതെ കണ്ണി കണ്ടത് വാരി തേച്ചിട്ടാവും. ഇപ്പം ഞാൻ കുറച്ചൊക്കെ വാരി തേക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അല്ലാതെ ഞാൻ വാരി തേക്കേണ്ടതൊന്നും ഏട്ടന് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഏട്ടനും ഈ ഫോട്ടോ കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞ്, എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഏട്ടനും അത് ഇഷ്ടമായില്ല. എന്നിട്ട് പിന്നെ വേറെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത്. എന്നിട്ട് എനിക്ക് ഏട്ടൻ്റെ ചേച്ചി നമ്പർ തന്നു എനിക്ക്. എന്നിട്ട് ഞാൻ ആദ്യം മെസ്സേജ് അയക്കുകയാണ്, ഹലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് റിപ്ലൈ ഒക്കെ തന്നു. അങ്ങനെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏട്ടനെ അക്സെപ്റ്റ് ചെയ്തു. ഏട്ടന് പറയാനുള്ള കാര്യം പറഞ്ഞു. എനിക്കും കുഴപ്പമില്ല തോന്നി. കുഴപ്പമില്ല, ഒരു അണ്ടർസ്റ്റാൻഡിൽ നമുക്ക് പോകാൻ പറ്റും എന്ന് തോന്നി. എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ മെസ്സേജ് അയച്ചും വിളിച്ചും പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് കണ്ട് സംസാരിച്ചു. അപ്പോഴൊക്കെ കുഴപ്പമില്ല, അത്ര ദേഷ്യമൊന്നും എനിക്ക് തോന്നിയില്ല. സംസാരിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് സംസാരിക്കുന്നത്. പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാം നിങ്ങൾ സോഫ്റ്റായിട്ട് സംസാരിക്കുള്ളൂ, അത് വേറെ കാര്യം. പിന്നെ രാവിലെ വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും. ഏട്ടൻ്റെ വീട്ടിലേക്ക് അച്ഛനമ്മേനെ പോലും വിളിച്ചില്ലെങ്കിൽ എന്നെ വിളിക്കും. അച്ഛനമ്മേനെയും ആഴ്ചയിൽ ഒരു ദിവസം വിളിക്കുള്ളൂ. അവർക്ക് സാധാ ഫോണായിരുന്നു അന്നൊക്കെ. ഇപ്പോഴാണ് ടച്ച് വാങ്ങിയത്. ഇപ്പോഴൊക്കെ ഡെയിലി വിളിക്കും കേട്ടോ. അപ്പം അയ്യമ്മ ഒന്നും അവർക്കില്ല, അച്ഛനമ്മയ്ക്കൊന്നുമില്ല. അപ്പോൾ അവർക്ക് നോർമൽ കോളാണ് ചെയ്യുക, അപ്പോൾ പൈസ പോകുമല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് അവരെ വിളിക്കുക. പക്ഷേ എനിക്ക് അന്ന് ടച്ചൊക്കെ ഉണ്ടായിരുന്നു. അയ്യമ്മ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് എന്നെ 24 മണിക്കൂറും വിളിക്കും. ജോലിയുടെ ഇടയ്ക്കും വിളിക്കും, കഴിക്കണതിൻ്റെ ഇടയ്ക്കും വിളിക്കും, ഉറങ്ങാൻ പറയുന്ന മുമ്പ് ഇടയ്ക്കും വിളിക്കും. അങ്ങനെ വിളിച്ച് ഞങ്ങൾ ഭയങ്കര കൂട്ടായി, ഭയങ്കര കമ്പനിയായി ഞങ്ങൾ. പിന്നെ കൊറോണ വന്നു അതിൻ്റെ ഇടയിൽ. 2020 മാർച്ചിൽ വരാൻ നിന്ന ആൾക്ക് വരാൻ പറ്റിയില്ല, ആകെ ലോക്കായില്ല. മാർച്ചിലാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് വെച്ചത്. അപ്പോഴെങ്കിലും കാണാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേരും. പക്ഷെ കാണാൻ പറ്റിയില്ല. പിന്നെയും കാത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ 2.5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാതെ ഫോണിലൂടെ കണ്ടും സംസാരിച്ചും മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടു. 2021 നമ്മുടെ കല്യാണം. മെയ് 9-ാം തീയതിയാണ് കല്യാണം. അപ്പോൾ അപ്പോഴും കൊറോണ തന്നെയാണ്. പക്ഷേ നമ്മൾ ഉറപ്പിച്ചിട്ട് കുറേ ആയല്ലോ, 2-2.5 വർഷം. അതാണ് ഞാൻ പറഞ്ഞത്, ആരും അറിയാതെ ഞങ്ങൾ 2-2.5 വർഷം അസലായിട്ട് പ്രേമിച്ച് നടന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല എന്നുള്ളൂ. ഫോണിലൂടെ ഞങ്ങൾ എന്നും കണ്ട് സംസാരിച്ചും മെസ്സേജ് അയച്ചും ഞങ്ങൾ ഫുൾ ലവേഴ്സിനെ പോലെ തന്നെയായിരുന്നു കേട്ടോ. മുമ്പ് കാണാത്ത ഒരാളോടാണ് ഇങ്ങനെ സംസാരിക്കണേന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അകൽച്ചയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഷനോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഭയങ്കര ജോലിയായിട്ട് 2-2.5 വർഷം ഞങ്ങൾ അസലായിട്ട് പ്രേമിച്ച് തന്നെ നടന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് എൻ്റെ മൈൻഡിലൊക്കെ ഉണ്ടായിരുന്നു പ്രേമിച്ച് നടക്കണം, കറങ്ങാൻ പോകണം, കല്യാണത്തിന് മുന്നേ കേട്ടോ. പക്ഷേ
കൊറോണ ആയത് കാരണം നമുക്കൊന്നിനും പറ്റിയില്ല, അതാണ് സത്യം. പിന്നെ ഞങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ട്. ഒന്ന് സേവ് ദ ഡേറ്റ് എടുക്കാനും, പിന്നെ ഏട്ടൻ എന്നെ ആദ്യമായിട്ട് കണ്ടതിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ പോയി പുറത്തേക്ക്. അത് ഞാൻ വർക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊന്നും ആർക്കും അറിയില്ല കേട്ടോ, വീട്ടിലൊന്നും അറിയില്ല. ഇപ്പോഴായിരിക്കും ഇതൊക്കെ കാണുമ്പോഴായിരിക്കും എല്ലാവർക്കും അറിയുണ്ടാവുക. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ട്, 1 പ്രാവശ്യം 2 പ്രാവശ്യം കണ്ട് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ പോകണം, എന്നാലേ നമ്മുടെ ലൈഫ് ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. ഇതെന്താ ഇപ്പോൾ കല്യാണം നേരെ വീട്ടുകാരെ ഉറപ്പിക്കണു, കല്യാണം കഴിക്കണു, ഫാമിലി ആയിരുന്നു, ആ രസമല്ലേ. നമ്മൾ കല്യാണത്തിന് മുന്നേ നമ്മൾ കുറച്ചൊക്കെ അടിച്ച് പൊളിച്ചാലാണ് ഒരു രസം ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് 2 പേർക്ക് നല്ല പണിയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഫ്രണ്ട് തന്നെ എൻ്റെ ഒപ്പം ഡിഗ്രിക്ക് പഠിച്ചൊരു കുട്ടിയാണ് കേട്ടോ. ക്യാമറ ഷെയ്ക്കാവുണ്ട്. എൻ്റെ ഒപ്പം ഡിഗ്രിക്ക് പഠിച്ച കുട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പകുതിക്ക് വെച്ച് ഡിഗ്രി നിർത്തിയിട്ട് ഞാൻ പിന്നെ എറണാകുളത്ത് പോയിട്ട് TTC എടുക്കുക ചെയ്തത്. ഈ സമയത്ത് കല്യാണത്തിന് മുന്നേ എനിക്ക് ജോലിയൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. മലമ്പുഴയിൽ ജോലിയൊക്കെ സെറ്റായതാണ്. പക്ഷേ പോകാൻ പറ്റിയില്ല, കൊറോണ കാരണം ആകെ ഷോക്കായിരുന്നു. 2-3 വർഷം ആകെ ഷോക്കായിരുന്നു സ്കൂളിൻ്റെയൊക്കെ കാര്യം. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ പൊന്നിയൊക്കെ വലുതായി ഒരു 2-3 വയസ്സായി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് TTCയിലേക്ക് തന്നെ പോകും. ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, കൂട്ടുകാരിൽ നിന്ന് 2 പേർക്കും നല്ല പണി കിട്ടി. കാരണം ഏട്ടനെ കുറിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അവൻ നന്നല്ല, അവൻ ചീത്തയാണ്, അവൻ കുടുംബം നോക്കില്ല, കള്ളുടിയനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലാത്ത സ്വഭാവമില്ല ഏട്ടന്. എന്നെക്കുറിച്ചും പോയി ഏട്ടനോട് പറഞ്ഞിരിക്കുക, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചാന്ന് പറഞ്ഞ് ഇല്ലാത്ത സ്വഭാവമില്ല. പക്ഷെ ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി. ഇതെന്തൊക്കെ ഇവൾ ഇങ്ങനെ പറയണേ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ ഏട്ടനെ വിളിച്ചു, അങ്ങനെ പറയണ്ട ഏട്ടൻ അതെന്താ സംഭവം ചോദിച്ചു. ഏട്ടൻ നേരെ എന്ത് ചെയ്തു, ഏട്ടൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട്, ഇവിടെ അടുത്ത് തന്നെയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവളുടെ വീട്. അവളുടെ വീട്ടിൽ പോയിട്ട് അവളുടെ ഹസ്ബൻഡിനോട് സംസാരിച്ചു, ഇങ്ങനെ പറയണ്ട എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്കറിയില്ല ഇതെന്താ സംഭവം എന്ന്, എന്തായാലും ചേട്ടൻ എങ്ങനെയാണ് അവളെക്കാളും നന്നായിട്ട് എനിക്കറിയാം, സോറി എന്നൊക്കെ പറഞ്ഞ ആൾ ഇതായി. പിന്നെ എന്നെക്കുറിച്ച് പറയുന്ന ആളുടെ അടുത്തും ഏട്ടൻ പറഞ്ഞു, അവളെന്താന്ന് നിന്നേക്കാളും നന്നായിട്ട് എനിക്കറിയാം, അതാണ് ഇനി കൂടുതലൊന്നും പറയണ്ട വിചാരിച്ചിട്ട് ഏട്ടൻ അവനെ ഒഴിവാക്കി, ഞാൻ ഇവളെ ഒഴിവാക്കി. ഇതുവരെ ഈ നിമിഷം വരെ ഞങ്ങൾ 2 പേരും അന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് പരസ്പരം കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അവൾ അങ്ങനെ പറഞ്ഞതല്ലേ നിന്നെ, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറഞ്ഞതല്ലേ നിന്നെ എന്നാൽ ഞങ്ങളുടെ ലൈഫിൽ കുറേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആ ഒരു പേരും പറഞ്ഞ് ഇതുവരെ വഴക്കിട്ടിട്ടില്ല കേട്ടോ. അത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്തോ ആണ് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. കാരണം ഇപ്പോൾ നമ്മൾ കല്യാണം കഴിയുമ്പോൾ ഒന്നും കൂടി അടുക്കല്ലേ ചെയ്യണ്ടോ, ഒന്നും കൂടി ഇഷ്ടം കൂടെ ചെയ്യുള്ളൂ. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രേമിച്ച് നടക്കണ ഇഷ്ടമൊന്നും കല്യാണത്തിന് ശേഷം ഉണ്ടാവില്ല കേട്ടോ മോളെ, ഈ വിളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഈ മെസ്സേജ് അയക്കലൊന്നും ഉണ്ടാവില്ല, അപ്പം നീ കുറേ സങ്കടപ്പെടുന്നു. പക്ഷേ അതൊക്കെ വെറുതെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്, കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ ദേഷ്യപ്പെടും, നല്ല ദേഷ്യപ്പെടും, അങ്ങോട്ടും ഇങ്ങോട്ടും വായ തോന്നിയതൊക്കെ ഞങ്ങൾ വിളിച്ചു പറയും. പക്ഷെ ഒരു ദിവസത്തിനുള്ളിൽ അതിൻ്റെ അപ്പുറം പോയിട്ടില്ല കേട്ടോ. ഈ നിമിഷം വരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യാതെ ഉറങ്ങുകയില്ല. ഞങ്ങൾ 2 മണിയായാലും 3 മണിയായാലും ഇരുന്ന് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് എന്താ പ്രശ്നം, ഇത് എവിടെ നിന്നാണ് തുടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് 2 പേർക്ക് അത് മനസ്സിലാക്കി എന്നിട്ട് ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങുള്ളൂ. അല്ലാതെ ഞങ്ങൾ ദേഷ്യം പിടിച്ച് കിടന്നുറങ്ങി ഒരാഴ്ച മിണ്ടാതിരിക്കുക, 2 ആഴ്ച മിണ്ടാതിരിക്കും, ഒന്നും ചെയ്യില്ല. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. ഇപ്പോഴാണെങ്കിൽ കൂടി ഏട്ടൻ രാത്രി ഞങ്ങളെ വിളിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ ഞങ്ങളെ കല്യാണത്തിന് മുന്നേ എങ്ങനെയായിരുന്നു അതെന്നെ ഓർമ്മ വരുന്നത്. ആദ്യമൊക്കെ കുറേ സങ്കടം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒന്നും കൂടി എന്താ പറയുക, രസമായിട്ട് തോന്നുന്നു എനിക്കിപ്പോൾ. കല്യാണത്തിന് മുമ്പ് ഞങ്ങളുണ്ടായ ലവേഴ്സിനെ പോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ മാറിയിരിക്കുക കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ എറണാകുളത്ത് പഠിച്ചതാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ നാട് പാലക്കാടാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹം എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണം എന്നാണ്. എൻ്റെ വീട് വാണിയംകുളമാണ്, അതായത് ഒറ്റപ്പാലത്തിനും ഷൊർണ്ണൂരും നടുക്ക്.
അപ്പോൾ കുറച്ച് അടുത്തുനിന്ന് വേണം എന്നുള്ള കാരണമാണ് അമ്മ ഷൊർണൂരിൽ നിന്ന് തന്നെ പ്രപ്പോസൽ വന്നപ്പോൾ ഒന്നും നോക്കിയില്ല, ഓക്കെ സമ്മതിച്ചു. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് 15 മിനിറ്റ് ഉള്ളൂ കേട്ടോ. ഞാൻ ഷൊർണൂർ തന്നെയാണ് ഞാൻ താമസിച്ചത് 2-3 വർഷം. പക്ഷേ ഞാൻ ഇതുവരെ ഈ ഏട്ടനെ കണ്ടിട്ടുണ്ടായില്ല. ആദ്യമായിട്ട് കണ്ടത് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴാണ്. അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ലൈഫ് ഇതുവരെ മുന്നോട്ട് പോയത്. ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങളില്ലാത്ത ഒരു ലൈഫ് ഉണ്ടാവില്ല, ഒരു ജീവിതം ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവരും. അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലാക്കി പരസ്പരം സ്നേഹിക്കുക. ഞങ്ങൾ തമ്മിൽ ഒത്തിരി വഴക്കുണ്ടാണ്. ഞങ്ങൾ വഴക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പേടിക്കും. അജാതി വഴക്കായിരിക്കും ഞാൻ ഏട്ടനൊക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസത്തിനപ്പുറം അതൊന്നും പോവില്ല. ആരുടെ പേരിലാണ് തെറ്റെങ്കിലും ഒരു ദിവസത്തിനപ്പുറം ഒന്നും പോവില്ല കേട്ടോ. അങ്ങനെ പിന്നെന്താ, പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അതിന് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് പറഞ്ഞതായോ വീഡിയോ ചെയ്യാനേ. ഞാൻ ഇതിപ്പോൾ എന്തൊക്കെയപ്പോൾ എന്ന് ഈ ചപ്പാത്തി പരത്തണത് തന്നെ കുറേ സെക്ഷൻ ഞാൻ കാണിച്ചു. പിന്നെ രാവിലത്തെ മോർണിംഗ് റൂട്ടീൻ കുറേ കാണിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങണമെന്നില്ല. പിന്നെ നമുക്ക് കുക്കിംഗ് വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ അച്ഛനെല്ലാം ഭക്ഷണം കഴിക്കും. പക്ഷെ അമ്മ അങ്ങനെയല്ല. അമ്മ കുറച്ച് നാടൻ ഡിഷസ് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ മീൻ തന്നെയാണെങ്കിലും ചില കുഞ്ഞു മീൻ മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചിക്കൻ വാങ്ങലൊക്കെ കുറവാണ്. ചിക്കനൊക്കെ നമ്മുടെ വീട്ടിലെ ആൾക്കാർ അധികം ഉണ്ടെങ്കിലാട്ടോ വാങ്ങുള്ളൂ. അല്ലെങ്കിൽ ഞാനും അച്ഛനും തന്നെ കഴിച്ച് നമുക്ക് ചിക്കനൊക്കെ മടുക്കും. ഒരു നേരമൊക്കെ കഴിക്കണ പോലെ അല്ലേ ഈ 2 പ്രാവശ്യം 3 പ്രാവശ്യം കടിപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്ക് മടുക്കും. പിന്നെ ബാക്കി കളയേണ്ടി വരും. പിന്നെ നമ്മുടെ സ്വത്തപ്പന അതൊന്നും അങ്ങനെ കഴിക്കാനായിട്ടില്ല. അവനൊക്കെ ഇച്ചിരിയല്ലേ വേണ്ടുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ കുറേ പരീക്ഷിക്കുന്നില്ല. വെജ് ഐറ്റംസിലൊക്കെ എന്തെങ്കിലും പരീക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഇടാട്ടോ വീഡിയോസൊക്കെ. പിന്നെ ഞാൻ ഒന്നും കൂടി ആക്റ്റീവ് ആവേണ്ട, ഉഷാറാവേണ്ട. എൻ്റെ മൈൻഡൊക്കെ ഒന്ന് കൂളായി. ഈ പറഞ്ഞ പോലെ നമുക്ക് ചില സമയത്ത് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരും. പക്ഷേ അതൊന്നും ആരെയും കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണോ അതാണ് നമുക്ക് നല്ലത്. പിന്നെന്താ ഞാൻ പറയാൻ വന്നത്, എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും പറയാൻ കിട്ടണില്ല ഗൈസ്. അതാണ് സത്യാവസ്ഥ. ഇനി ഞാൻ വല്ല പേനയും പേപ്പറും എടുത്ത് വെക്കേണ്ടി വരും എന്താ നിങ്ങളോട് പറയേണ്ട പോയിൻ്റെന്ന്. പിന്നെ എല്ലാവർക്കും സുഖമാണോ? ഇപ്പം നല്ല വെയിലുണ്ട്. 2-3 ദിവസമായിട്ട് നല്ല വെയിലുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അതിന് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ പുതിയ വീഡിയോസായിട്ട് ഞാൻ എന്നും വരാൻ പറ്റില്ലെങ്കിലും 1-2 ഞാൻ വരാം കേട്ടോ. എന്നും എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നണില്ല. സ്വത്തുവിൻ്റെ മൂഡ് പോലെ ഇരിക്കും. ഇവിടെ ആർക്കും സ്വത്തുവിനെ കരയിപ്പിക്കേണ്ടത് ഇഷ്ടമല്ല. അപ്പം ഞാൻ അവളെ ഇട്ടിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ അവൾ ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നല്ല ഉറക്കമാണ് ആള്. അയ്യോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡിപ്പെൻഡ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ കല്യാണ ആൽബം കാണാം കേട്ടോ. കല്യാണ ആൽബം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിറ്റാണ്. ഞങ്ങളുടെ കല്യാണത്തിന് 5 ദിവസം മുന്നെയാണ് ലോക്ക്ഡൗൺ പിന്നെയും വന്നത് കേട്ടോ. 3 സ്ഥലത്തായിരുന്നു നമുക്ക് പരിപാടി. ഒന്ന് എൻ്റെ വീട്ടിൽ, പിന്നെ ഒന്ന് ഏട്ടൻ്റെ വീട്ടിൽ, പിന്നെ എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ റിസപ്ഷൻ. ഏട്ടൻ്റെ വീട്ടിലെ അമ്മമ്മയുടെ വീട്ടിലെ റിസപ്ഷൻ, എൻ്റെ വീട്ടിൽ കല്യാണം നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് നടത്തണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ കൊറോണ എല്ലാം കുളമാക്കി. എന്തിനു പറയണം, ചേച്ചിക്ക് പോലും ഞങ്ങളുടെ കല്യാണത്തിൽ കൂടെ സ്വന്തം അനിയൻ്റെ കല്യാണം ചേച്ചിക്ക് പോലും കൂടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ചേച്ചിയൊക്കെ അന്ന് കരഞ്ഞ് പൊളിച്ച്. അതുപോലെ എൻ്റെ ചിറ്റന്മാർ ആരുമില്ല, ആ ഒരു 20-25 പേര് മാത്രം ഉണ്ടായ ഒരു കല്യാണമായിരുന്നു. എനിക്ക് ഭയങ്കര ശോകമുണ്ട് ആ ഒരു കാര്യത്തിൽ. ഇനി ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടി ഞങ്ങൾ തമ്മിൽ കിട്ടും നല്ല രസത്തിൽ. കാരണം എൻ്റെ ഡ്രസ്സൊക്കെ അലമാര നിറച്ചും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒരു കേടും പറ്റിയിട്ടില്ല അതിനൊന്നും. കാരണം ഒരു നേരം ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം, അതായത് ഡ്രസ്സൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല എന്ന് ഉറപ്പായി. കാരണം ലോക്ക്ഡൗൺ ആയില്ലോ. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ പറഞ്ഞു എന്തായാലും ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചില്ലേ, അതിട്ടിട്ട് നമുക്ക് ഫോട്ടോസ് എങ്കിലും എടുക്കാൻ വിചാരിച്ച് കല്യാണത്തിൻ്റെ തലേന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അല്ലാതെ ആ ഡ്രസ്സ് ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കല്യാണ ആൽബം ആയിട്ട് വരാം. അതുവരെ ബൈ.